സജു ദേവസ്യ, ഗുഡ് മോർണിംഗ്. എഡിറ്റഡ് പതിപ്പ് ഇറങ്ങാൻ തയ്യാറാകുന്നു എന്നതാണ് നമ്മൾ കേട്ടത്. അത് ഇന്നുണ്ടാകുമെന്നും കേട്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒടുവിലത്തെ തീരുമാനം നാളെ തിയേറ്ററുകളിലേക്ക്, എല്ലാ തിയേറ്ററുകളിലും ഒരേ സമയം ഈ എഡിറ്റഡ് പതിപ്പ് എത്തിക്കാനാണോ? എന്തൊക്കെയാണ് എഡിറ്റിംഗിൽ മുറിച്ചു മാറ്റിയിരിക്കുന്ന ഭാഗങ്ങൾ? സുജയ, വെരി ഗുഡ് മോർണിംഗ്. അതായത് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം നാളെയാകും എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുക. 3 മിനിറ്റ് സമയമാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ കത്രിക വെച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ ഇനിയിപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്, ആ സാങ്കേതിക പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ഗ്രേഡിംഗ് ഉൾപ്പെടെയുള്ളവ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. നാളെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രധാനമായും കലാപത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ് ഈ എഡിറ്റ് ചെയ്ത് മാറ്റിയതിൽ പ്രധാനമായും ഉള്ളത്. അതായത് ഗർഭിണിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, കലാപത്തിൻ്റെ ചില ദൃശ്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും മാറ്റിയിരിക്കുന്നത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബജ്രംഗി എന്ന പേര്, അതായത് കഥാപാത്രത്തിൻ്റെ ബജ്രംഗി എന്ന പേര്, അതൊരു റെഫറൻസ് ആണ്. അതും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമായി സംഘപരിവാർ ഉന്നയിക്കുകയും ചെയ്തതാണ്. ആ ബജ്രംഗി എന്ന പേര് ബൽരാജ് എന്നൊരു പേരിലേക്ക് മാറിയേക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ മാറ്റം എന്ന് ചിത്രം എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അതായത് ഈ ഗർഭിണിയെ ആക്രമിക്കുന്ന ദൃശ്യം, കലാപത്തിൻ്റെ ചില ദൃശ്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും മാറ്റിയിട്ടുള്ളത്. ഒപ്പം കഥാപാത്രത്തിൻ്റെ പേര് മാറ്റം ഉൾപ്പെടെയുള്ളവയും സംഭവിച്ചേക്കാം എന്നതാണ്. ഇപ്പോൾ ഈ ഗീതപ്രകടനം ഉൾപ്പെടെ മോഹൻലാലിൻ്റെ ഗീതപ്രകടന പോസ്റ്റ് ഇക്കാര്യത്തിൽ തിരുത്തൽ വരുത്തും എന്നതടക്കം വന്നു. അത് പൃഥ്വിരാജും പങ്കുവച്ചു, ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു. അതേസമയം ഇക്കാര്യത്തിൽ മുരളി ഗോപി ഇതുവരെ മറ്റെന്തെങ്കിലും പോസ്റ്റ് പങ്കുവയ്ക്കാനോ, ഏറ്റവും ഒടുവിലും സമൂഹ മാധ്യമം ഞാൻ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പ്രതികരണമോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുമില്ല. അങ്ങനെ ഒരു മൗനമുണ്ട്. സിനിമാ സംഘടനകളും ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ തന്നെ സ്വയം താല്പര്യമെടുത്ത് തിരുത്തലുകൾ വരുത്തുന്നു. അതിൽ പ്രത്യേകിച്ചെന്ത് പ്രതികരിക്കാനാണ് എന്താണ് ചലച്ചിത്ര സംഘടനകളും നിലപാടെടുക്കുന്നത്. ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു കൃത്യമായ പ്രതികരണത്തിന്, വ്യക്തതയുള്ള ഒരു പ്രതികരണത്തിന് സിനിമാ സംഘടനകളും ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സൈലൻസ്, അത് തിരക്കഥാകൃത്തായ തിരക്കഥയിലെ ഭാഗമാണല്ലോ ഈ വെട്ടിമാറ്റുന്നത്. 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ തിരക്കഥ അത്രത്തോളം സൂക്ഷ്മമായി പല ആവർത്തി തിരുത്തിയും ഒക്കെ തയ്യാറാക്കിയ മുരളി ഗോപിയുടെ നിശബ്ദത നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിനായി ഞാൻ സജോയിലേക്ക് വീണ്ടും എത്താം.